ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ economics.com. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ദ ഫിലിപ്സ് കർവ്. ദ ഫിലിപ്സ് കർവ് എക്സാമിൻസ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മണി വേജ് റേറ്റ് ആൻഡ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. മണി വേജ് റേറ്റും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് ഫിലിപ്സ് കർവിൽ വിശകലനം ചെയ്യുന്നത്. This relationship was first identified by the British economist A.W. Phillips from the data relating to the period from 1861 to 1957. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും മണി വേജ് റേറ്റും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ബ്രിട്ടീഷ് ഇക്കോണമിസ്റ്റ് ആയിട്ടുള്ള A.W. ഫിലിപ്സ് ആയിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി പഠനം നടത്തിയ ഡാറ്റ എന്ന് പറയുന്നത് 1861 മുതൽ 1957 വരെയുള്ളത് ആയിരുന്നു. The Phillips curve is a downward sloping curve which indicates that the rate of wage increase is inversely related to the unemployment rate. ഇനി ഫിലിപ്സ് കർവിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. കാരണം എന്താണ്? മണി വേജിലുണ്ടാകുന്ന വർധനവും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും തമ്മിലുള്ള ബന്ധം വിപരീതമാണ്. അതായത് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആർ അക്കമ്പനീഡ് ബൈ ലോവർ മണി വേജ് റേറ്റ്. അൺഎംപ്ലോയ്മെൻറ്റ് വളരെ കൂടുതലാണെങ്കിൽ മണി വേജ് റേറ്റ് കുറവായിരിക്കും. ഇനി ഫിലിപ്സ് കർവിൻ്റെ ഒരു ഗ്രാഫാണ് വരുന്നത്. ഗ്രാഫിൽ എക്സ് ആക്സിസിൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. വൈ ആക്സിസിൽ മണി വേജ് റേറ്റ്. പി സി എന്ന് പറയുന്നത് ഫിലിപ്സ് കർവാണ്. ദ ഫിലിപ്സ് കർവ് പി സി ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. ഫിലിപ്സ് കർവിൻ്റെ ആകൃതി കോൺവെക്സ് ആണ്. കോൺവെക്സ് ഷേപ്പിലാണ് ഫിലിപ്സ് കർവ് വരയ്ക്കുന്നത്. ദ കർവ് ഷോസ് ദാറ്റ് ഒ യു റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഒ എം റേറ്റ് ഓഫ് മണി വേജ്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഒ യു ആണെങ്കിൽ മണി വേജ് റേറ്റ് ഒ എം ആയിരിക്കും. മണി വേജ് റേറ്റ് വിൽ ബി ഒ എം 1 അറ്റ് ദ ലോവർ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഓഫ് ഒ യു 1. ഇനി മണി വേജ് റേറ്റ് ഒ എം 1 ആയിരിക്കണമെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്താവണം? ഒ യു 1 ആയിട്ട് കുറയണം. അപ്പോൾ ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെയാണ് ഫിലിപ്സ് കർവിൽ സൂചിപ്പിക്കുന്നത്. There are two explanations for the inverse relationship depicted in the Phillips curve. ഫിലിപ്സ് കർവിലെ ഈ ഒരു വിപരീത ബന്ധത്തിന് പ്രധാനമായും രണ്ട് വിശദീകരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെയാണ് The first one is associated with the behavior of organized labor. ഒന്നാമത്തെ എക്സ്പ്ലനേഷൻ ഓർഗനൈസ്ഡ് ലേബേഴ്സിൻ്റെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടതാണ്. ഓർഗനൈസ്ഡ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉള്ള ഒരു ലേബർ മാർക്കറ്റിനെയാണ് ഓർഗനൈസ്ഡ് ലേബർ എന്ന് പറയുന്നത്. സംഘടിത തൊഴിലാളികൾ. Organized labor can push up the wages above labor productivity, resulting in wage push inflation. സംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ലേബേഴ്സിന് അവരുടെ ഉൽപാദനക്ഷമതയേക്കാൾ കൂടുതൽ വേജ് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് സമ്പദ് വ്യവസ്ഥയിൽ വേജ് പുഷ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. The extent to which labor unions can do this will vary inversely with the unemployment percentage and the ease of labor markets. ലേബർ യൂണിയൻസിൻ്റെ വേജ് ഉയർത്താനുള്ള കഴിവ് അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് വിപരീത ബന്ധമാണ് ഉള്ളത്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലാണെങ്കിൽ വേജ് റേറ്റ് ഉയർത്താൻ കഴിയില്ല. അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് കുറവാണെങ്കിൽ വേജ് റേറ്റ് ഉയർത്താൻ കഴിയുകയും ചെയ്യും. അതുപോലെ അതിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ലേബർ മാർക്കറ്റിൻ്റെ സൗകര്യം. അപ്പോൾ ലേബർ മാർക്കറ്റിൽ പെട്ടെന്ന് ലേബേഴ്സിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യമാണെങ്കിൽ വേജ് കൂട്ടാൻ കഴിയില്ല. നേരം അതുപോലെ ആ ഒരു വേജ് ഉയർത്താനുള്ള കപ്പാസിറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഈസ് ഓഫ് ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റിൻ്റെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകൃതം. അപ്പോൾ ഇവിടെ ലേബേഴ്സിനെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു മാർക്കറ്റാണെങ്കിൽ വേജ് ഉയർത്താൻ പെട്ടെന്ന് കഴിഞ്ഞൊന്നും വരില്ല. പക്ഷേ ലേബേഴ്സിന് ടൈറ്റ് ആണെങ്കിൽ, ലേബേഴ്സിനെ കിട്ടാനില്ലാത്ത സാഹചര്യമാണെങ്കിൽ വേജ് റേറ്റ് ഉയർത്താനും കഴിയും. എക്സസീവ് വേജ് ഇൻക്രീസ് ഡിമാൻഡ്സ് വിൽ ബി ഗ്രാൻഡഡ് ബൈ ദി ബിസിനസ്മാൻ. അപ്പോൾ ഇവിടെ ആ ഒരു എക്സസീവായിട്ട് വേജ് ഉയർത്താനുള്ള ലേബേഴ്സിൻ്റെ ഡിമാൻഡിനെ പലപ്പോഴും ബിസിനസ്സുകാർ അംഗീകരിക്കാറുണ്ട്. കാരണം എന്താണ്? ബിക്കോസ് ടൈംസ് ഓഫ് ലോ അൺഎംപ്ലോയ്മെൻറ്റ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് കുറവാണെങ്കിലാണ് വേജ് റേറ്റ് ഉയർത്താൻ കഴിയുക. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കുറവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ മറ്റൊരു സവിശേഷതയാണ് പ്രോഫിറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു കമ്പനി സംബന്ധിച്ച് പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ വേജ് കൊടുക്കാൻ ബിസിനസ്മാൻ തയ്യാറാവുമെന്നാണ് പറയുന്നത്. ദ സെക്കൻഡ് എക്സ്പ്ലനേഷൻ റിലേറ്റഡ് ടു എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ. രണ്ടാമത്തെ വിശദീകരണം ലേബേഴ്സിൻ്റെ എക്സസ് ഡിമാൻഡുമായി ബന്ധപ്പെട്ടതാണ്. With a given labor supply, the amount of unemployment will vary inversely with the amount of excess demand.
ലേബർ സപ്ലൈ ഇവിടെ ഗിവൺ ആണ് അല്ലെങ്കിൽ സ്ഥിരമാണെന്ന് വിചാരിക്കുക. ലേബേഴ്സിൻ്റെ എണ്ണം കൂട്ടാനോ കുറയ്ക്കാനോ കഴിയാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ നിരക്കും എക്സസ് ഡിമാൻഡും തമ്മിലുള്ള ബന്ധവും ഇൻവേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ വിപരീതം ആയിരിക്കും. എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ വിൽ റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ മണി വേജസ്. അപ്പോൾ അവിടെ ലേബേഴ്സിന് എക്സസ് ഡിമാൻഡാണ്, ജോലിക്ക് കൂടുതൽ ആളുകളെ ആവശ്യമുള്ളൊരു സാഹചര്യമാണെങ്കിൽ മണി വേജ് ഉയർത്താൻ കഴിയും. ആൻഡ് റിഡക്ഷൻ ഇൻ അൺഎംപ്ലോയ്മെൻറ്റ്, അതെന്തിന് കാരണമാകുന്നു? അൺഎംപ്ലോയ്മെൻറ്റ് കുറയുന്നതിന് കാരണമാകുന്നു. Thus there is an inverse relationship between the money wage rate and the rate of unemployment as shown by the Phillips curve. അപ്പോൾ ഇതാണ് ഫിലിപ്സ് കർവിൽ പറയുന്ന മണി വേജ് റേറ്റും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പിൻ്റെ കാരണങ്ങൾ. അടുത്ത ടോപ്പിക്ക് ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ഓർ ദി മോഡിഫൈഡ് ഫിലിപ്സ് കർവ്, ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. The original Phillips curve depicts the inverse relationship between money wage rate and unemployment rate. A.W. ഫിലിപ്സ് നിർമ്മിച്ച ആദ്യത്തെ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും മണി വേജ് റേറ്റും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ഷോസ് ദി നെഗറ്റീവ് ഷോർട്ട് റൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പോൾ ഇവിടെ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും ഇൻഫ്ലേഷൻ റേറ്റും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. A.W. ഫിലിപ്സ് ഫൗണ്ട് ദാറ്റ് എ ഹൈ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് എ ലോ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. അപ്പോൾ ആ ഡാറ്റ പരിശോധിച്ചതിൽ നിന്ന് A.W. ഫിലിപ്സ് കണ്ടെത്തിയ മറ്റൊരു കാര്യം എന്താണ്? അൺഎംപ്ലോയ്മെൻറ്റ് നിരക്ക് വളരെ കൂടുതലാണെങ്കിൽ ഇൻഫ്ലേഷൻ വളരെ കുറവായിരിക്കും. Thus the economy can achieve a lower rate of unemployment by accepting a higher rate of inflation, or it can be achieve a low rate of inflation by accepting a high rate of unemployment. ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഉയർന്ന ഇൻഫ്ലേഷൻ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഇൻഫ്ലേഷൻ കുറയ്ക്കുകയാണ് വേണ്ടതെങ്കിൽ ഉയർന്ന അൺഎംപ്ലോയ്മെൻറ്റ് സ്വീകരിക്കേണ്ടതായിട്ട് വരും. ദ ഇക്കോണമി കനോട്ട് ഒബ്റ്റെയിൻ എ ലോ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് സൈമൾട്ടേനിയസ്ലി വിത്ത് എ ലോ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരിക്കലും ഒരേ സമയം വളരെ ചെറിയ തോതിലുള്ള അൺഎംപ്ലോയ്മെൻറ്റും കുറഞ്ഞ തോതിലുള്ള ഇൻഫ്ലേഷനും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ഡയഗ്രാമാണ് വരുന്നത്. ഡയഗ്രാം നമുക്ക് നോക്കാം. X axis measures rate of unemployment and Y axis measures rate of inflation, and PC is the Phillips curve. A comparison of different points on the curve identify the terms of trade-off between inflation and unemployment. അപ്പോൾ ഫിലിപ്സ് കർവിൻ്റെ വ്യത്യസ്തമായ പോയിന്റുകൾ താരതമ്യം ചെയ്യുമ്പോൾ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള ട്രേഡ് ഓഫ് മനസ്സിലാക്കാൻ കഴിയും. Point A is a combination of an unemployment rate of 1% and an inflation rate of 6%. എ എന്നുള്ള പോയിന്റ് നോക്കുകയാണെങ്കിൽ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വരുന്നത് 1% ആണ്, വളരെ കുറവാണ്. പക്ഷേ ഇൻഫ്ലേഷൻ റേറ്റ് 6% ആണ്, കൂടുതലാണ്. അതായത് വളരെ ചെറിയൊരു അൺഎംപ്ലോയ്മെൻറ്റ് നേടിയെടുക്കാൻ വേണ്ടി ഉയർന്ന ഇൻഫ്ലേഷൻ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. Point B is a combination of an unemployment of 4% and inflation rate of 2%. ഇനി ബി എന്നുള്ള പോയിന്റിൽ അൺഎംപ്ലോയ്മെൻറ്റ് 4% ആണ്, ഇൻഫ്ലേഷൻ 2% ആണ്. അതായത് the economy is able to reduce the rate of unemployment from 4% to 1% by moving from point B to A, that is by accepting a higher inflation rate of 6%. ഇനി ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് തൊഴിലില്ലായ്മ നിരക്ക് 4% നിന്ന് 1% കുറയ്ക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? പോയിന്റ് ബിയിൽ നിന്ന് പോയിന്റ് എയിലേക്ക് മാറേണ്ടതായിട്ട് വരും. പക്ഷെ അവിടെ 6% എന്ന ഉയർന്ന ഇൻഫ്ലേഷൻ നിരക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഇംപ്ലിക്കേഷൻ, വൺ ഇമ്പോർട്ടൻറ്റ് ഇംപ്ലിക്കേഷൻ ഓഫ് ഫിലിപ്സ് കർവ് ഈസ് ദാറ്റ് ദ ഇക്കോണമി വിൽ ടിപ്പിക്കലി എക്സ്പീരിയൻസ് ബോത്ത് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ഇതിൽ ഒന്നാമത് പറയുന്ന കാര്യം എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരേ സമയം ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻ അതർ വേർഡ്സ്, പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ആർ നോട്ട് കോമ്പാറ്റബിൾ ഗോൾസ് ഓഫ് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി. അതായത് പ്രൈസ് സ്റ്റെബിലിറ്റിയും ഫുൾ എംപ്ലോയ്മെൻറ്റും ഒരിക്കലും ഫിസ്ക്കൽ പോളിസിയുടെയോ അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയുടെ ഒരു കോമ്പാറ്റബിൾ ഗോൾസ് ആയിട്ട് പറയാൻ കഴിയില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തത്, another implication is that the economy can move up along the Phillips curve, reducing the unemployment rate and increasing the rate of inflation.
അൺഎംപ്ലോയ്മെൻറ്റ് കുറച്ചുകൊണ്ട് ഇൻഫ്ലേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ആ ഫിലിപ്സ് കർവിലൂടെ മൂവ് ചെയ്യാനായിട്ട് കഴിയും. ദ ഫിലിപ്സ് കർവ് ആൾസോ ഇംപ്ലൈസ് ദാറ്റ് ദിസ് പ്രോസസ് ഈസ് റിവേഴ്സിബിൾ. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. കാരണം എന്താ? ദ ഇക്കോണമി ക്യാൻ മൂവ് ബാക്ക് ഡൗൺ the curve, reducing the rate of inflation and increasing the unemployment rate. ഇൻഫ്ലേഷൻ കുറച്ചുകൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടും ആ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയും. അടുത്തതാണ് ക്രിറ്റിസിസം. The conventional Phillips curve fails to provide an explanation for the simultaneous increase in the rate of inflation and the unemployment rate. ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും ഒരേ സമയം വർദ്ധിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം കൊടുക്കാൻ ഫിലിപ്സ് കർവിന് കഴിഞ്ഞിട്ടില്ല. ദ സ്റ്റാഗ്ഫ്ലേഷൻ കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിലിപ്സ് കർവ്. അതുപോലെ ഫിലിപ്സ് കർവ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷനെയും വിശദീകരിക്കാൻ കഴിയില്ല. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഗ്നേഷൻ പ്ലസ് ഇൻഫ്ലേഷൻ. സമ്പദ് വ്യവസ്ഥയ്ക്ക് വളർച്ച ഉണ്ടായിരിക്കില്ല, പക്ഷേ ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കും. ആ ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് സ്റ്റാഗ്ഫ്ലേഷൻ. ആ ഒരു സിറ്റുവേഷന് വിശദീകരണം കൊടുക്കാൻ ഫിലിപ്സ് കർവിന് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തത്, ദ ഫിലിപ്സ് കർവ് ഈസ് നോട്ട് സ്റ്റേബിൾ ഇൻ ദ ഷോർട്ട് റൺ. ഇറ്റ് ഷിഫ്റ്റ് ആസ് എക്സ്പെക്ടേഷൻസ് ഓഫ് ഇൻഫ്ലേഷൻ ചേഞ്ച്. ഇനി ഷോർട്ട് റണ്ണിൽ ഫിലിപ്സ് കർവ് സ്റ്റേബിൾ അല്ല, സ്ഥിരമായിട്ടല്ല നിൽക്കുന്നത്. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന എക്സ്പെക്ടേഷൻസിനനുസരിച്ച് എന്ത് ചെയ്യും? ആ കർവുകൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. റൈറ്റിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടോ മാറിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തത്, ഇൻ ലോങ് റൺ ദർ ഈസ് നോ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി ലോങ് റൺ എടുക്കുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും തമ്മിൽ ഈ ഒരു ട്രേഡ് ഓഫ് ഉണ്ടായിരിക്കില്ല. ഇൻ ദ ലോങ് റൺ ദ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ലോങ് റൺ ഇൻഫ്ലേഷൻ റേറ്റ്. ഇപ്പോൾ ലോങ് റണ്ണിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ റേറ്റിൽ നിന്നും സ്വതന്ത്രമാണ്. ഇൻഫ്ലേഷൻ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. നാലാമത്തത്, അക്കോർഡിംഗ് ടു റോബർട്ട് സോളോ ദ ഫിലിപ്സ് കർവ് ഈസ് വെർട്ടിക്കൽ അറ്റ് പോസിറ്റീവ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ഈസ് ഹൊറിസോണ്ടൽ അറ്റ് നെഗറ്റീവ് റേറ്റ്സ് ഓഫ് ഇൻഫ്ലേഷൻ. ഇനി റോബർട്ട് സോളോ എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റ് പറയുന്നൊരു ക്രിറ്റിസിസമാണ്, ഇൻഫ്ലേഷൻ റേറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഫിലിപ്സ് കർവ് വെർട്ടിക്കൽ ആയിരിക്കും. അതുപോലെ ഇൻഫ്ലേഷൻ റേറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഫിലിപ്സ് കർവ് ഹൊറിസോണ്ടൽ ആയിരിക്കും. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് വേജസ് ആർ സ്റ്റിക്കി ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് വേജ് അല്ലെങ്കിൽ വേതനം എന്ന് പറയുന്നത് താഴോട്ടുള്ള ദിശയിൽ സ്ഥിരമായിരിക്കും. അതായത് വേതനം കുറയ്ക്കാൻ കഴിയില്ല. ഈവൺ വെൻ ആൻ ഇക്കോണമി ഈസ് എക്സ്പീരിയൻസിങ് ഹൈ റേറ്റ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉയർന്ന തരത്തിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും എന്താണ്? വേജ് റേറ്റ് കുറയ്ക്കാൻ കഴിയില്ല എന്നാണ് റോബർട്ട് സോളോ അഭിപ്രായപ്പെടുന്നത്. അഞ്ചാമത്തത്, ലാക്ക് ഓഫ് റിഗറസ് തിയററ്റിക്കൽ ഫൗണ്ടേഷൻ ഈസ് അനദർ ലിമിറ്റേഷൻ ഓഫ് ഫിലിപ്സ് കർവ്. ഫിലിപ്സ് കർവിൻ്റെ മറ്റൊരു പരിമിതിയായിട്ട് പറയുന്നത് ഒരു റിഗറസ് ആയിട്ടുള്ള തിയററ്റിക്കൽ ഫൗണ്ടേഷൻ, സൈദ്ധാന്തികപരമായ അടിത്തറ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിലിപ്സ് കർവിൽ പറയാനുള്ളത്.